എല്ലാവർക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥിരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചില ഇവൻറ്റ്സിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കോമൺ ടേംസ് ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലുള്ള ഡിസ്കഷൻസിലും അതുപോലെ തന്നെ ന്യൂസുകൾ കാണുന്ന സമയത്താണെങ്കിലും വാർത്തകൾ വായിക്കുന്ന സമയത്താണെങ്കിലും ഇത്തരം ടേംസ് നമ്മുടെ ഒരു ഡേ ടു ഡേ ഈ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ള ടേംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ടേംസിനെ പറ്റി മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. നിങ്ങളത് ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മേ ബി കുറച്ച് ടേംസ് നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞതായിരിക്കും, അതുകൂടാതെ തന്നെ മറ്റ് കുറച്ച് ടേംസുകളും ഉണ്ട്. അപ്പോൾ അത്തരം കുറച്ച് ടേംസുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. മാക്സിമം അത്തരം ടേമുകൾ നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ സ്ലൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ജസ്റ്റ് പറയാണ്. അതായത് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി IPO എന്താണ്? IPO എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ മറ്റുള്ള ഒരു കമ്പനി എന്താണ് ആദ്യമായിട്ട് ആ കമ്പനിയുടെ ഷെയർസ്, ഇപ്പോൾ ഒരു 10% ഷെയർസ് ആണെങ്കിൽ മേ ബി ഒരു 10% ഷെയർസ് ആ കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനി, ആ കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഷെയർസ് ആദ്യമായിട്ട് നമ്മളെപ്പോലുള്ള ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്തിട്ട് എന്താണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ്, ഇത്തരത്തിൽ ആൾക്കാർക്ക് ഓഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ IPO എന്ന് പറയുന്നത്. FPO, ഈ ഒരു FPO എന്ന് പറയുന്ന ടേമിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. FPO എന്ന് പറയുന്നത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് IPO എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു കമ്പനീൻ്റെ ലൈഫിൽ ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു തവണ ഈ ഒരു IPO ത്രൂ ഒരു കമ്പനി പബ്ലിക്കലി ലിസ്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആ കമ്പനീൻ്റെ ലൈഫിൽ IPO ഇല്ല. അപ്പോൾ എന്താണ് നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇനീഷ്യലി നോക്കുക, ഇവിടെ ഈ കമ്പനി എന്താണ്, അവരുടെ കയ്യിൽ ചിലപ്പോൾ 100% ഷെയർസ് ആ കമ്പനീൻ്റെ കയ്യിലുള്ളതിൽ 10% ഷെയർസ് ആയിരിക്കും ഈ ഒരു IPO ത്രൂ സെല്ല് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വൺസ് IPO ത്രൂ സ്റ്റോക്കുകൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്, പിന്നീട് ഇത് മാർക്കറ്റിൽ വൺസ് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്താണ് പിന്നീട് നമ്മളെപ്പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ഈ സ്റ്റോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാണ് ചെയ്യുക. പിന്നെ എന്താണ് പിന്നെ ഈ പറയുന്ന കമ്പനിയിലേക്ക് എന്താണ് ഫണ്ട് വരുന്നൊന്നുമില്ല. അതായത് നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിക്ക് വേറെ ഫണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഈ കമ്പനിക്ക് വേറെ പൈസ ഒന്നും കിട്ടില്ല. ഇനി എന്താണ് കമ്പനിക്ക് വീണ്ടും എന്തെങ്കിലും കാരണം കൊണ്ട് വീണ്ടും കുറച്ചും കൂടി ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ സ്റ്റിൽ ഇവരുടെ കയ്യിൽ എന്താണ് സ്റ്റിൽ ഒരു 90% ഷെയർസ് ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരുടെ കയ്യിലുള്ള അഡീഷണൽ ഷെയർസ് മേ ബി വീണ്ടും എന്താണ് ഒരു 15% ഷെയർസ് ഈ കമ്പനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ട് എന്താണ് കമ്പനിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വീണ്ടും അഡീഷണൽ കമ്പനീൻ്റെ കയ്യിലുള്ള ഷെയർസ് സെല്ല് ചെയ്താൽ മാത്രമേ വീണ്ടും കമ്പനീൻ്റെ എക്സ്പാൻഷനും മറ്റുമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് കമ്പനീൻ്റെ കയ്യിലേക്ക് വരുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പനി ആഫ്റ്റർ IPO ചെയ്ത് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു കമ്പനിക്ക് ഫണ്ട് റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് കമ്പനികൾ അവരുടെ ഷെയർസ് വീണ്ടും സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ FPO എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മേ ബി നോർമലി ഒരു 1 to 10 എന്നുള്ള റേഞ്ചിലായിരിക്കും, ₹1 മുതൽ ₹10 വരെയാണ്. അതായത് ഇനീഷ്യലി ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന് ആദ്യം തന്നെ എന്താണ് ഒരു ഷെയർ വാല്യൂ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. നോർമലി നമുക്ക് കാണാൻ പറ്റും 1 to 10 ആണെങ്കിൽ നോർമലി ഒരു ₹10 ആയിരിക്കും ഷെയർ വാല്യൂ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഷെയർ വാല്യൂവിനെ വെച്ചിട്ട് മൊത്തം കമ്പനീൻ്റെ എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കും. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിക്ക് തീരുമാനിക്കുന്ന ആ ഒരു ഷെയർ വാല്യൂവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ബേസ് പ്രൈസിനെയാണ് നമ്മൾ ഇനീഷ്യലി കമ്പനി ഫോം ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കമ്പനീൻ്റെ ഷെയർ പ്രൈസിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ കമ്പനീൻ്റെ ലൈഫിൽ ഫിക്സ്ഡ് ആയിരിക്കും, സെയിം ആയിട്ടാണ് ഉണ്ടാവുക. അല്ലാതെ ഒരിക്കലും റിയൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലും ഈ ഫേസ് വാല്യൂ ഇങ്ങനെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഒരിക്കലും ഈ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ ചേഞ്ച് ആവില്ല. ഫേസ് വാല്യൂ ചേഞ്ച് ആവും. ഫേസ് വാല്യൂ എപ്പോഴാണ് ചേഞ്ച് ആവുക എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി ഷെയർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഷെയർ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം. അതായത് വൺസ് ഒരു കമ്പനി IPO ത്രൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇഷ്യൂ പ്രൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ്. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കമ്പനി അവരുടെ കമ്പനീൻ്റെ ഷെയർസ് IPOയിൽ ഓഫർ ചെയ്യുന്ന IPOയിൽ സെല്ല് ചെയ്യാൻ വെക്കുന്ന പ്രൈസിനാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. എത്ര രൂപക്കാണ്, ഇപ്പോൾ ₹100 അവർ സെല്ല് ചെയ്യാൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ₹100 നമുക്ക് ഇഷ്യൂ പ്രൈസ് എന്ന് വിളിക്കാം. ഇനി ഷെയർ വാല്യൂ അല്ലെങ്കിൽ ഷെയർ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് വൺസ് ഈ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ എഫക്റ്റ് കൊണ്ട് ആൾക്കാർ സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് കൊണ്ട് അവിടെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്രിയേറ്റ് ആവും. അതിൻ്റെ എഫക്റ്റിൽ എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിൽ കറൻലി മാർക്കറ്റിൽ എത്രയാണോ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്, ഇപ്പോൾ മാർക്കറ്റിൽ എത്രയാണോ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്, ആ പ്രൈസിനെയാണ് നമ്മൾ
ആ കമ്പനീൻ്റെ ഷെയർ വാല്യൂ അല്ലെങ്കിൽ ഷെയർ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്നാണ് നമുക്ക് ഒരിക്കലും ഒരു ഇൻവെസ്റ്റേഴ്സിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെയും സ്റ്റോക്ക് മാർക്കറ്റിനും തമ്മിൽ കണക്ട് ചെയ്യാൻ ഇന്റർമീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അതാണ് സ്റ്റോക്ക് ബ്രോക്കർ. അതുപോലെ തന്നെ നമുക്ക് ഈവൻ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരിക്കലും ഒരു ഇൻവെസ്റ്റർക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ CDSL NSDL കോൺടാക്ട് ചെയ്ത് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇൻ ബിറ്റ്വീൻ ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് ആ കേസിൽ നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ത്രൂ ആണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു കമ്പനീൻ്റെ ഓണേഴ്സ്, ആ കമ്പനീൻ്റെ ശരിയായ ഓണേഴ്സിനെയാണ്, അല്ലെങ്കിൽ കമ്പനീൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ ഇനീഷ്യലി ഇപ്പോൾ ഒരു കമ്പനി ഒരു ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പിന്നെയായിരിക്കും അതിൻ്റെ കുറച്ച് ഷെയർസ് സെല്ല് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കുറച്ച് സെല്ല് ചെയ്ത് സ്റ്റോക്കുകൾ വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ആ കമ്പനീൻ്റെ മേജർ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻ ഓണേഴ്സിനെയാണ് നമ്മൾ കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊമോട്ടേഴ്സൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാൻ സാധ്യതയുണ്ട് ന്യൂസുകളിലൊക്കെ, പ്രൊമോട്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ. കാരണം ഈ പ്രൊമോട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റോക്ക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. അതായത് പ്രൊമോട്ടേഴ്സൊക്കെ എന്തെങ്കിലും ഇഷ്യൂസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ പ്രത്യേകിച്ച് ലോങ് ടേമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, ആ കമ്പനി മെയിനായിട്ട് ഹോൾഡ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്, നമുക്കൊരു വിശ്വാസമുണ്ട്. ഈ ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ രത്തൻ ടാറ്റ അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പിന് നമുക്കൊന്നാണ് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ആ പ്രൊമോട്ടേഴ്സിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ പ്രൊമോട്ടേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, ആ സ്റ്റോക്കിന്, ആ കമ്പനിക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കും, അതിനൊരു വാല്യൂ കിട്ടും. അപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബുൾ മാർക്കറ്റ് അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ബുള്ളിഷ് അല്ലെങ്കിൽ ബിയറിഷ് എന്നൊക്കെ നിങ്ങൾ കോമൺ ആയി ഇത് സ്ഥിരമായിട്ട് മാർക്കറ്റിൽ കേൾക്കാൻ പോകുന്ന ഒരു ടേമാണ്. ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുള്ളിഷ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഒരു പർട്ടിക്കുലർ സാധനത്തിന്, ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ മുകളിലോട്ട്, അതിൻ്റെ പ്രൈസ് എന്താണ്, അതിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കേസുകളാണ്, അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മളെന്താണ്, ഞാൻ പറയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിന് മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രീതിയിൽ ഇനി സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പറയാം, എനിക്ക് എൻ്റെ ഒരു വ്യൂ, ആ സ്റ്റോക്കിന് മുകളിൽ ആ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആണ്, അതായത് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് പറയാം ടാറ്റ മോട്ടോഴ്സ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കാണെന്ന് എനിക്ക് പറയാം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എന്തോ ഈ രീതിയിൽ പറയാം. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഈ കൊറോണയ്ക്ക് ശേഷം നോക്കുക, കൊറോണയ്ക്ക് ശേഷം ഏകദേശം 7500 വരെ ലെവൽ വരെ 7500 വരെ വന്ന നിഫ്റ്റി അവിടെ നിന്നാണ് കയറി 20,000 ലെവലിലേക്ക് വന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മേ ബി ഇൻ ബിറ്റ്വീൻ ചെറിയ ഡ്രോപ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എന്താണ് അതിൻ്റെ റാലി എന്താണ് മുകളിലോട്ടാണ് മാർക്കറ്റ് പോയത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് 2-3 വർഷമായിട്ട് മാർക്കറ്റ് ഒരു ബുൾ മാർക്കറ്റ് ആയിരുന്നു നമുക്ക് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ, അത് സ്റ്റോക്കായാലും ഇൻഡെക്സ് ആയാലും, ഇനി മറ്റ് സ്റ്റോക്കിലും ഇൻഡെക്സിലും മാത്രമല്ല വേറെയും കുറേയധികം മാർക്കറ്റുകളുണ്ട്, കറൻസി അങ്ങനത്തെ കുറേ മാർക്കറ്റുകളുണ്ട്, അവിടെയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഒരു സംഭവത്തിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്ന കേസുകളെയാണ്, മുകളിലോട്ട് പോകുന്ന കേസുകളെ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കേസുകളാണ് ഈ ഒരു ബുൾ മാർക്കറ്റ്, ബുള്ളിഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിയറിഷ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ സംഭവത്തിൻ്റെ പ്രൈസ് താഴത്തോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റോക്ക്, ഇപ്പോൾ നല്ലൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തോട്ട് പോവാണ്, 100 രൂപ, 90 രൂപ, 80 രൂപ, 70 രൂപ എന്ന് പറഞ്ഞിട്ട് എന്താണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യാണ്, ഫോളോ ചെയ്യാണ്. അപ്പോൾ ഈ കേസിൽ ഞാൻ എന്താണ് പറയുക, ആ സ്റ്റോക്ക് കുറച്ച് നാളായിട്ട് ഒരു ബിയറിഷ് മോഡലാണ് ആ സ്റ്റോക്ക് ഉള്ളത്, ആ സ്റ്റോക്ക് ബിയറിഷ് ആണ്. അപ്പോൾ എന്താണ് കറൻലി ആ സ്റ്റോക്ക് ബിയറിഷ് ആണെന്ന് പറയും. അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ്, അപ്പോൾ ബിയറിഷ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് കറൻലി വീക്കാണ്, അത് താഴത്തോടേക്കാണ് അതിൻ്റെ പ്രൈസ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് കുറേ കാലമായിട്ട് താഴത്തോട്ട് പോകുന്നതാണെങ്കിൽ നമുക്കതിന് ബിയർ മാർക്കറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എല്ലാം താഴത്തോട്ട് പോകുന്ന മാർക്കറ്റുകൾ നമ്മൾ ബിയർ മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ ബുള്ളിഷ് എന്ന് പറയുന്നത് ഒരു പ്രൈസ് മുകളിലോട്ട് പോകുന്ന കേസുകൾ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മുകളിലോട്ട് പോകുന്നതാണെങ്കിൽ അത്തരം കേസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ബുൾസ് എന്ന് പറയുന്നത്. ബുള്ള് നമ്മൾ കണ്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കോമൺ ആയിട്ട് കാണുന്ന 2 ചിത്രങ്ങളായിരിക്കും ബുള്ളും ബിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ബുൾ മാർക്കറ്റ് എന്താണ്, ബിയർ മാർക്കറ്റ് എന്താണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ സിമ്പിളായിട്ട് കുറച്ച് ടേംസ് നോക്കാം. 52 വീക്ക് ഹൈ ലോ, അതായത് കോമൺ ആയിട്ട് നമ്മൾ സ്റ്റോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്ന ഒരു നമ്പറാണ് 52 വീക്ക് ഹൈ ലോ. അതായത് 52 വീക്ക് എന്ന് പറയുന്നത് ഒരു വർഷം നമുക്ക് 52 വീക്കാണുള്ളത്. അപ്പോൾ ഒരു വർഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വർഷത്തിനുള്ളിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 1 ഇയർ പീരീഡിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 52 വീക്ക്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 1 ഇയറിൽ ആ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഏറ്റവും ലോ ലെവലും
ഒരു ഹൈ ലെവലും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ 52 വീക്ക് ഹൈ ലോ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 500 രൂപയാണ് ഇപ്പോൾ കറൻലി ഉള്ള മാർക്കറ്റ് പ്രൈസ് 500 രൂപയാണെന്ന് വിചാരിക്കാം. ബട്ട് എന്താണ് ഈ സ്റ്റോക്ക് ഈ ലാസ്റ്റ് ഒരു 1 ഇയറിനുള്ളിൽ ഒരു 400 രൂപ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് കയറി ആ ഇപ്പോൾ ഉള്ള 1 ഇയറിനുള്ളിൽ ഒരു 600 രൂപ വരെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് കറൻലി ഇപ്പോൾ മാർക്കറ്റിൽ 500 രൂപയാണ്. ബട്ട് ആ ഒരു 1 ഇയർ പീരീഡിൽ 400 വരെ താഴത്തോട്ടേക്ക് പോയിട്ടുണ്ട്, 600 വരെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് 52 വീക്ക് ലോ എന്ന് പറയുന്നത് എന്താണ്? 52 വീക്ക് ലോ എന്ന് പറയുന്നത് 52 വീക്ക് ലോ എന്ന് പറയുന്നത് 400 രൂപയാണ്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 600 രൂപയാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസാണ് 500. അപ്പോൾ ആ ലാസ്റ്റ് ഒരു 1 ഇയർ പീരീഡിൽ ആ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെയും ലോനെയാണ് നമ്മൾ 52 വീക്ക് ഹൈ ലോ എന്ന് പറയുന്നത്. ഇനി ഓൾ ടൈം ഹൈ ലോ എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ ലൈഫിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്രയും കാലത്തിനിടയിൽ ആ സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു ലോ, അതിനുശേഷം ഏറ്റവും കൂടുതൽ ആ സ്റ്റോക്ക് പോയിട്ടുള്ള ഒരു ഹൈ ലെവൽ. അപ്പോൾ അതിനെയാണ് നേരത്തെ കണ്ടത് ഒരു ലാസ്റ്റത്തെ ഒരു 1 ഇയർ പീരീഡിലാണ്, ലാസ്റ്റത്തെ ഒരു 52 വീക്ക് 1 ഇയർ പീരീഡിലുള്ള ഹൈ ലോ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ എൻറ്റയർ ലൈഫിൽ മേ ബി ഒരു 10 ആ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 10 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ആ 10 വർഷത്തിനുള്ളിൽ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനി ലോനെയാണ് നമ്മൾ ഓൾ ടൈം ഹൈ ലോ എന്ന് പറയുന്നത്. ഇനി ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതും കോമൺ ആയിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് അതിലൊക്കെ പറയാൻ ഞാൻ ആ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഞാൻ ലോങ് പോയിട്ടാണ് ഉള്ളത്, അതിൽ ഷോർട്ട് പോയിട്ടാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നത് കേൾക്കും. ഇപ്പോൾ ലോങ് പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക്, ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ കേസിലാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് ആ സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പറയാം ഞാൻ ആ ഒരു സ്റ്റോക്കിൽ ലോങ് ആണ്, അല്ലെങ്കിൽ ഞാൻ അതിലൊരു ലോങ് പൊസിഷനാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, ലോങ് പൊസിഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നതിലൊരു വ്യൂവിൽ നമ്മൾ ആ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കേസുകളാണെങ്കിൽ അതിന് നമുക്ക് പറയാം നോർമലായിട്ട് നമ്മൾ അതിലൊരു ലോങ് പൊസിഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തോട്ടേക്ക് പോകും എന്നൊരു വ്യൂവിൽ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഇനീഷ്യലി സെല്ല് ചെയ്ത്, അതായത് ഷോർട്ട് സെല്ല് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ പ്രൈസ് താഴത്തോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു ഉയർന്ന പ്രൈസിൽ ഒരു 100 രൂപയ്ക്ക് സെല്ല് ചെയ്യും, ഒരു 90 രൂപയ്ക്ക് തിരിച്ചു വാങ്ങും, ഒരു ഹൈ പ്രൈസിൽ സെല്ല് ചെയ്യും, ലോ പ്രൈസിൽ തിരിച്ചു വാങ്ങും. അപ്പോൾ ഇത്തരത്തിൽ ഒരു അസറ്റിൻ്റെ പ്രൈസ്, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈ അസറ്റിനെ ഉപയോഗിക്കുന്നത് ഈ അസറ്റിൽ പല ഐറ്റംസ് വരും, മേ ബി സ്റ്റോക്സ് വരും, അതുകൂടാതെ വേറെയും കുറേയധികം കറൻസി, കോമോഡിറ്റീസ്, ക്രിപ്റ്റോസ് എന്നൊക്കെ പല. അപ്പോൾ അതെല്ലാം കൂടി ജനറലായിട്ട് പറയുന്ന സംഭവമാണ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്റ്റോക്സിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴത്തോട്ടേക്ക് പോകുന്നില്ല വ്യൂവിൽ നമ്മളത് ഇനീഷ്യലി സെല്ല് ചെയ്തിട്ട് പിന്നീട് തിരിച്ചു വാങ്ങും. സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എന്താണ്, നമ്മൾ അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ, അതായത് നമ്മുടെ വ്യൂ താഴത്തോട്ടേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി സെല്ല് ചെയ്യുന്നു, പിന്നീട് നമ്മൾ തിരിച്ചു വാങ്ങും. അതിന് നമുക്ക് എന്താണ് ഷോർട്ട് പൊസിഷൻ എന്ന് പറയാം. നമ്മളൊരു ഷോർട്ട് പൊസിഷനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഇനി സ്ക്വയർ ഓഫ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഇൻട്രാഡേ ട്രേഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഈവൻ ഇൻട്രാഡേൻ്റെ കേസിൽ മാത്രം എല്ലാ കേസിലും ഈ സ്ക്വയർ ഓഫ് തന്നെയാണ് പറയുക. ഇപ്പോൾ ഞാൻ ഇൻട്രാഡേൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒരു 100 ക്വാണ്ടിറ്റി ഞാൻ ഒരു സ്റ്റോക്കിൽ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാണ് 100 ക്വാണ്ടിറ്റി ഞാൻ സെല്ല് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ ഓപ്പണായി കിടക്കുന്ന നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കോമൺ ആയിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു ടേമാണ് സ്ക്വയർ ഓഫ്. അതായത് നമ്മുടെ കയ്യിൽ ഏതാണ് പൊസിഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്, ആ പൊസിഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുന്നതാണ്, എക്സിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ പാർഷ്യൽ സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്, മേ ബി നമ്മൾ പകുതിയൊക്കെ എക്സിറ്റ് ചെയ്യുന്നതാണ്, വേണമെങ്കിൽ പാർഷ്യൽ സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഇനി OHLC, അതായത് ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ്, വൺസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 9 മണി മുതലാണെങ്കിലും 9:50 മുതലാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. 9:50 to 3:30 ആണ് മാർക്കറ്റിൻ്റെ അവേഴ്സ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് പീരീഡിൽ എന്താണ്, സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കില്ല, അതിന് പകരം എന്താണ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അന്നത്തെ ദിവസം ആ ഒരു ട്രേഡിംഗ് ഓപ്പൺ ചെയ്ത സമയത്ത്, ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൈസ് ഉണ്ടാവും. ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത പ്രൈസ് ആയിരിക്കും നമ്മൾ ഓപ്പൺ എന്ന് എടുക്കുക. ഓക്കെ, അന്നത്തെ ദിവസം ആ സ്റ്റോക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത പ്രൈസാണ് ഓപ്പൺ പ്രൈസ്. ഇനി മേ ബി എന്താണ്, ഈ ഒരു സ്റ്റോക്ക് ചിലപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 100 രൂപ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, മേ ബി ഈ ഒരു സ്റ്റോക്ക് ഒരു 90-90 രൂപ വരെ താഴത്തോട്ടേക്ക് പോയിട്ടുണ്ടാവും അന്നത്തെ ദിവസം. അപ്പോൾ ഇവിടെ എന്താണ്, ഇതാണ് ഓപ്പൺ, മനസ്സിലായി, ലോ എന്ന് പറയാം. അതായത് വൺസ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഒരു ലോ താഴത്തോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിന് നമുക്ക് ലോ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇതായി 99 ആണ് ലോ. ഇനി മേ ബി എന്താണ് 99 വന്നതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും
കയറിപ്പോയിട്ട് ഒരു 102 രൂപ വരെ പോയിട്ടുണ്ടാവും, ഒരു ഹൈ പോയിട്ടുണ്ടാവാം, ഒരു വീണ്ടും എന്താണ് ഓപ്പൺ ചെയ്തതിനേക്കാളും മുകളിലോട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ കേസിലാണ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത് ഒരു ഹൈ എന്ന് പറഞ്ഞത് എന്താണ് ഇവിടെ 102 ഇനി എന്താണ് മേ ബി 102 രൂപ എത്തി, ചിലപ്പോൾ എന്താണ് സ്റ്റോക്ക് വീണ്ടും താഴത്തോട്ടേക്ക് വന്ന് ചിലപ്പോൾ ഒരു 101 രൂപയായ സമയത്തായിരിക്കും ഈ ഒരു 3:30 ആകുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ് ക്ലോസിംഗ് പ്രൈസ് ഇതാണ് ക്ലോസിംഗ് പ്രൈസ്, ഇതാണ് ഹൈ, അപ്പോൾ ക്ലോസ് ഹൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 1 ഡേ ഒരു ദിവസത്തെ കേസാണ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസത്തെ കേസാണെങ്കിൽ ആണോ ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ചത്തെ കേസ് എടുക്കാം. ഒരാഴ്ചത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരാഴ്ചയിൽ ആ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തൊരു പ്രൈസിനോ അത് പോയ ഒരു ഹൈനോ ഒരു ലോ, അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പീരീഡ് പോലെയാണ്. ഓക്കെ, അതിന് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയും. നമ്മൾ ഏത് പീരീഡിലെ ഡാറ്റയാണ് നോക്കുന്നത്, എത്ര സമയത്തെ ഡാറ്റയാണ് നോക്കുന്നത്, ആ നോക്കുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഒരു ദിവസത്തെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതാണ് ആ ഒരു 1 ഡേ ആണ് അവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞത്. ഇനി ഒരാഴ്ചത്തെയാണെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ പറയാം അതിന് 1 വീക്കാണ് ടൈം പീരീഡ് എന്ന് പറയും. ഇനി ഒരു മാസത്തെയാണ് 1 മന്താണ് ടൈം പീരീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തെ ഡാറ്റയാണ് നമ്മൾ നോക്കുക. ഒരു മാസത്തെ ഡാറ്റയിൽ ആ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തൊരു ഹൈ പ്രൈസ് ഉണ്ടാവും, ഹൈ പോയിട്ടുണ്ടാവും, ലോ പോയിട്ടുണ്ടാവും, ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ OHLC, ഓപ്പൺ ഹൈ ലോ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ്. വൺസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകൾ ആക്റ്റീവായിട്ട് ബൈയിങ് സെല്ലിങ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്റ്റോക്കിൽ എത്രത്തോളം സ്റ്റോക്കുകൾ ബൈ ആയിട്ടുണ്ട്, എത്രത്തോളം, അതായത് ഒരു ബൈയിങ്ങും ഒരാൾ ബൈ ചെയ്യുന്നു ഒരാൾ സെല്ല് ചെയ്യുന്നു, അപ്പോഴാണ് അവിടെ ഒരു വോളിയം ക്രിയേറ്റ് ആവുക. ആ സ്റ്റോക്ക് സക്സസ്ഫുള്ളി ട്രേഡ് ആവുന്നത് എങ്ങനെയാണ്, ഒരാൾ ഒരു ഓർഡർ ഇടുന്നു, ആ സ്റ്റോക്കിൽ എന്താണ് ഒരാൾ സെല്ല് ചെയ്യുന്നു, അത് രണ്ടും കൂടി മാച്ച് ആവുന്ന സമയത്ത് ആ ട്രേഡ് സക്സസ്ഫുൾ ആവുന്ന സമയത്താണ് അവിടെ ഒരു ട്രേഡ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആവുക, അവിടെയാണ് ഒരു വോളിയം ക്രിയേറ്റ് ആവുക. അപ്പോൾ അത്തരത്തിൽ ഒരു ദിവസം, ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു ദിവസം അവിടെ സ്റ്റോക്കിൽ നടന്നിട്ടുള്ള സക്സസ്ഫുൾ ട്രേഡ്, എത്ര സ്റ്റോക്കുകളുടെ സക്സസ്ഫുൾ ട്രേഡ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വോളിയം എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, ഒരു കമ്പനീൻ്റെ കേസിൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറയുന്നത് ആ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മൊത്തം ഷെയർസിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൽ നമ്മളെപ്പോലത്തെ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ 90% ഷെയർസ്, ഇപ്പോൾ ഒരു 1 CR 1 കോടി ഷെയർസ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അകത്തൊരു 10% ആയിരിക്കും ചിലപ്പോൾ അവർ IPO ത്രൂ സെല്ല് ചെയ്തിട്ട് നമ്മളെപ്പോലത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ നമ്മളെപ്പോലത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കഥ, അതായത് നമ്മളെപ്പോലെ സാധാ നമ്മളെപ്പോലത്തെ ഇൻവെസ്റ്റേഴ്സിന് പറയുന്ന പേരാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. സാധാരണ ഇൻവെസ്റ്റേഴ്സിന് പറയുന്ന പേരാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നൊക്കെ പറയും. ഇനി എന്താണ്, അതുപോലെ തന്നെ DI, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ ആ കമ്പനീൻ്റെ ഓണേഴ്സ്, കമ്പനീൻ്റെ അവരുടെ മെയിൻ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്ന, അപ്പോൾ ഈ 10% നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ, ബാക്കി ഷെയർസ് എന്താണ് ഈ ഇൻവെസ്റ്റേഴ്സിന് ഫൗണ്ടേഴ്സിൻ്റെ കയ്യിൽ, അവർ മെയിൻ ആൾക്കാരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനെയാണ്, ആ കമ്പനീൻ്റെ മൊത്തം നമ്പർ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ, പിന്നെ അതിലൊരു ട്രഷറി എന്നൊക്കെ പറഞ്ഞ ഒരു ഷെയർസ് വരും കമ്പനീൻ്റെ, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബട്ട് ഈ പറയുന്ന മെയിൻ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കി സാധാ ഇൻവെസ്റ്റേഴ്സ് ഇവരുടെയൊക്കെ കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറയുന്നത് മൊത്തം ആ ഒരു കമ്പനീൻ്റെ മൊത്തത്തിലുള്ള ഷെയർസിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫ്ലോട്ടിംഗ് ഷെയർസ്? ഫ്ലോട്ടിംഗ് ഷെയർസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു മൊത്തം നമ്പർ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലുള്ള അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെയും അതായത് മീൻസ് ഓണർ പ്രൊമോട്ടേഴ്സിൻ്റെ ഒക്കെ കയ്യിലുള്ള ഷെയർസിനാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊക്കെയുള്ള ഷെയർസിനാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുക, ടോട്ടൽ ഷെയർസ്. അപ്പോൾ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് മൊത്തത്തിലുള്ള ആ ഒരു നമ്പർ ഓഫ് ഷെയർസിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ മൈനസ് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ, അതായത് ആ കമ്പനീൻ്റെ മെയിൻ ആൾക്കാരുടെ കയ്യിലുള്ള ഷെയർസുകൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരുടെ കയ്യിലുള്ള ഷെയർസിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഷെയർസ്, അതായത് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയർസിനാണ്. അതായത് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മളെപ്പോലത്തെ ആളുകളുടെ കയ്യിലുള്ള സ്റ്റോക്സ് ആയിരിക്കും മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തപ്പെടുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനൊക്കെ വളരെയധികം സന്തോഷം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മളിപ്പോൾ ഒരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, കമ്പനികൾ പ്രവർത്തിക്കുന്നതിനാണ്, അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മേ ബി കോടികളൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ചില സമയത്ത് ചില കമ്പനികൾ എന്താണ്, ആ കമ്പനി ഉണ്ടാക്കിയ ഇപ്പോൾ ഒരു 1000 കോടി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു 1000 കോടി ആയിരിക്കും കമ്പനി ചിലപ്പോൾ ഒരു വർഷം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ കമ്പനി ചിലപ്പോൾ തീരുമാനിക്കും ഈ ഒരു 1000 കോടിയിൽ
കുറച്ച് എക്സ്പാൻഡ് അവരുടെ ബാക്കിയുള്ള ഫ്യൂച്ചർ ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു ഫണ്ട് ആവശ്യമുണ്ടാകും, ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഫണ്ട് ആവശ്യമുണ്ടാകും. അപ്പോൾ അവർ അതിനുള്ള ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചെറിയൊരു എമൗണ്ട് ചിലപ്പോൾ ഒരു 100 കോടി അവർ വിചാരിക്കും ഈ ഒരു 100 കോടി മൊത്തം ഇൻവെസ്റ്റേഴ്സിന് മൊത്തം ഷെയർ ഹോൾഡേഴ്സിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കമ്പനീൻ്റെ ലാഭം, അതൊക്കെ കമ്പനിക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ചെറിയൊരു വിഹിതം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ എത്ര ഷെയർസ് ആണോ, അപ്പോൾ ഒരു ഷെയറിന് ചിലപ്പോൾ എന്താണ് ഒരു 10 രൂപ എന്ന് പറഞ്ഞായിരിക്കും, ഒരു ഷെയറിന് 10 രൂപ. അത് മീൻസ് ഓരോ കമ്പനിയും ഡിപ്പെൻഡ് ചെയ്യും. ചില കമ്പനി 1 രൂപയായിരിക്കും, ചില കമ്പനി 100 രൂപ കൊടുക്കും. അപ്പോൾ അതൊക്കെ കമ്പനിനനുസരിച്ച് മാറും. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഷെയറിന് ഇപ്പോൾ 10 രൂപ വെച്ചിട്ടാണെങ്കിൽ എൻ്റെ കയ്യിൽ 100 ഷെയർ ഉണ്ടെങ്കിൽ 100 × 10 1000 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ലാഭത്തിന് ഞാനൊരു കമ്പനി, കാരണം നമ്മളെന്താണ് നമ്മളെ കമ്പനീൻ്റെ ഓണേഴ്സാണ്, ഒരു പാർട്ടാണെങ്കിലും ചെറിയൊരു ഓണറാണ് നമ്മളെ കമ്പനീൻ്റെ. അപ്പോൾ ആ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഒരു പാർട്ട് നമുക്ക് എന്താണ് കമ്പനി നമ്മൾ അയച്ചു തരും. അപ്പോൾ അതാണ് ഡിവിഡൻഡ്, ലാഭത്തിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ക്യാപ്പ് എന്താണ് പറയുന്നത്? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയും. അതായത് ആ കമ്പനീൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ എത്രയാണ്, ആ കമ്പനീൻ്റെ മൊത്തത്തിലുള്ള ഒരു വാല്യൂ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഇൻറ്റു ഷെയർ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീൻ്റെ മൊത്തം വാല്യൂ കിട്ടും. അതായത് എന്താ പറയുക, ഇപ്പം ഞാനൊരു ചെറിയൊരു ഷോപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് മൊത്തത്തിൽ ആ ഷോപ്പിൻ്റെ വിലയും മീൻസ് ആ ബിൽഡിങ്ങിൻ്റെ വിലയും ആ സ്ഥലത്തിൻ്റെ വിലയും അതിലുള്ള സാധനങ്ങളുടെ വിലയ്ക്ക് കൂടി അതിനൊരു 10 കോടി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു കമ്പനീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ കമ്പനീൻ്റെ മൊത്തം വാല്യൂ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്തുകൊണ്ട് ആ ഷെയർ പ്രൈസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഇൻറ്റു ഷെയർ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്റ്റോക്കിൻ്റെ ഈ കമ്പനീൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കിട്ടും. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ഇപ്പം ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിനെ അനുസരിച്ച് ഒരു കമ്പനീൻ്റെ മാർക്കറ്റ് ക്യാപ്പിനെ ബേസ് ചെയ്തിട്ട് കമ്പനികളെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ ചെറിയ കമ്പനികളാണ്, വളരെ ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് നമ്മൾ പെന്നി സ്റ്റോക്സ് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്സ് എന്ന് പറയും. അപ്പോൾ വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പിലുള്ള കമ്പനിയാണ് പെന്നി സ്റ്റോക്സ് എന്ന് പറയുക. അതുപോലെ തന്നെ ബ്ലൂ ചിപ്പ് കമ്പനികൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്സ്, മിഡ് ക്യാപ് സ്റ്റോക്സ്, നല്ല ഹൈ വലിയ മാർക്കറ്റ് ക്യാപ്സ് ഉള്ള കമ്പനികളാണ് നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുക. അതുപോലെ തന്നെ മിഡ് ക്യാപ്സ് എന്ന് പറയുക കുറച്ചും കൂടി കുറഞ്ഞതായിരിക്കും മിഡ് ക്യാപ്പിൽ വരിക. അതുപോലെ തന്നെ കുറച്ചും കൂടി അതിലും കുറഞ്ഞ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളായിരിക്കും നമ്മൾ സ്മോൾ ക്യാപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിനനുസരിച്ച് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് കമ്പനികൾ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ITC നിങ്ങൾക്ക് അറിയാതിരിക്കുന്നു, ക്ലാസ്മേറ്റ്, സൺഫീസ്റ്റ് അതിൻ്റെയൊക്കെ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ITC. അപ്പോൾ ITC ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് ക്യാപ്പ് എന്താണ് 5,50,000 കോടി ആണ്. 5,50,000 crore ആണ് ഈ കമ്പനീൻ്റെ മാർക്കറ്റ്, അതായത് മൊത്തം ആ കമ്പനീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5,50,000 കോടിയാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയാണ് കിട്ടിയത്? അതിൻ്റെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ഷെയർ പ്രൈസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലഡ്ജ് എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റും. പ്ലഡ്ജ് എന്ന് പറയുന്നത് ഈ പ്രൊമോട്ടേഴ്സിന്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു 25% ഇപ്പോൾ IPO ത്രൂ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 75% എന്താണ് 75% ഉണ്ടാവുക എന്ന് പറഞ്ഞ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. ഓക്കെ, ബാക്കി അതിൻ്റെ മെയിൻ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും ഈ 75% ഉണ്ടാവുക. അപ്പോൾ ചില കേസുകളിൽ എന്താണ് ഈ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഷെയർസ് പണയം വെക്കുക, നമ്മൾ സാധാരണ പറയുന്ന പോലെ പണയം വെച്ചിട്ട് എന്താണ് ലോൺ എടുക്കും. അതായത് പണയം വെക്കുക, അവരുടെ കയ്യിലെ ഷെയർസ് ബാങ്കിലോ മറ്റോ പണയം വെച്ചിട്ട് ആ ഷെയർസിന് എഗെയിൻസ്റ്റ് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല, അവരുടെ കയ്യിലെ ഷെയർസിന് ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ഒരു ലോൺ എടുക്കും. അപ്പോൾ അതിനെയാണ് അത്തരത്തിൽ ഈ പ്രൊമോട്ടേഴ്സ് എത്ര പെർസെൻറ്റേജ് അവരുടെ കയ്യിലുള്ള സ്റ്റോക്സ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ ബുക്ക് വാല്യൂ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഈ ROE ROCE അങ്ങനത്തെ ഇപ്പോൾ ഫേസ് വാല്യൂ, ഇപ്പോൾ ഈ കമ്പനീൻ്റെ കേസിൽ നമുക്ക് കാണുന്നുണ്ട് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ട കുറേ ഇപ്പോൾ ഹൈ ലോ അങ്ങനത്തെ കുറേ ഇപ്പോൾ ഇതാണ് കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ ഷെയർ വാല്യൂ എന്ന് പറഞ്ഞത്. പിന്നെ ഈ സ്റ്റോക്ക് ബുക്ക് വാല്യൂ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഫണ്ടമെന്റൽസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ സ്റ്റോക്ക് സെക്ടേഴ്സ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ BSEയിൽ ഇപ്പം ഒരു 5,000 കമ്പനികൾ ഉണ്ടെങ്കിൽ BSEൻ്റെ അണ്ടറിൽ 5,000 കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തന്നെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, പല സെക്ടേഴ്സായിട്ട്. സെക്ടേഴ്സിൽ മീൻസ് ഇപ്പോൾ ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ്, ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ്. ഇപ്പോൾ ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന പല സ്റ്റോക്കുകൾ ഉണ്ടാവും. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടാക് ബാങ്ക്, PNB, സൗത്ത് ഇന്ത്യൻ ഒക്കെ പല ബാങ്കുകളുണ്ട്. അപ്പോൾ അതാണ് ഒരു ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സെക്ടർ. ഇനി അതുപോലെ തന്നെ അതായത് കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ വരുന്ന സെക്ടേഴ്സിനാണ് കെമിക്കൽ സെക്ടർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് വരുന്ന കമ്പനികളായിരിക്കും ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് പറയുന്ന ഒരു സെക്ടർ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസും മറ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ വരുന്ന
ആ ഒരു സെക്ടറിനെയാണ് സ്റ്റോക്ക് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് കാണാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റും ബാങ്കിങ് സെക്ടർ ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ ബിയറിഷ് ആണ്. അപ്പോൾ ബാങ്കിങ് സെക്ടർ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് സ്റ്റോക്കിൽ വരുന്ന ദിവസങ്ങളിൽ മൂവ്മെന്റ്, അപ്സൈഡ് മൂവ്മെന്റ് നടത്താൻ ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മേ ബി ഇങ്ങനെയായിരിക്കും ഡിസ്കഷൻസ് ഒക്കെ കാണാം ന്യൂസിലും മറ്റൊക്കെ. ബാങ്കിങ് സെക്ടർ ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ ഫാർമ സെക്ടർ ബിയറിഷ് ആണ്, ഫാർമ സെക്ടർ നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സെക്ടർ എന്താണെന്ന് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി സെഗ്മെന്റ്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി, സ്റ്റോക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഓക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ഒരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്സ്, ETF ഒക്കെ ഈ ഒരു ക്യാപിറ്റൽ, അതൊരു സെഗ്മെന്റ് ആണ്. ഓക്കെ, ഒരു സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു സെഗ്മെന്റ് ആണ് F&O, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഡെറിവേറ്റീവ്സിലൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, നമ്മുടെ ഒരു സെപ്പറേറ്റ് കോഴ്സ് അവൈലബിൾ ആണ് ഈ ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അപ്പോൾ അതൊരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സെഗ്മെന്റ് ആണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന പോലെ ആയിരിക്കും, വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ കറൻസി എന്ന് പറയുന്ന സെഗ്മെന്റ് അവൈലബിൾ ആണ്. കൊമോഡിറ്റീസ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രേഡിംഗ് നടത്തപ്പെടുന്ന സെഗ്മെന്റാണ് നമ്മൾ കൊമോഡിറ്റീസ് എന്ന സെഗ്മെന്റ് പറയുന്നത്. കറൻസിയിൽ നിന്നാണ് പലതരത്തിലുള്ള കറൻസി പേയേഴ്സ്, ഇപ്പോൾ USD, INR, ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കറൻസി പേയേഴ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു എക്സ്ചേഞ്ചിനാണ് നമ്മൾ ഈ ഒരു കറൻസി എന്ന് പറയുന്ന സെഗ്മെന്റ്. അതുപോലെ തന്നെ ഡെറ്റ്സ്, ഇപ്പം പലതരത്തിലുള്ള ഈ കടപ്പത്രങ്ങളും ഒക്കെ മറ്റും ഇപ്പോൾ ഗവൺമെന്റ് ബോൺസും കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്ന ആ ഒരു സെഗ്മെന്റാണ് ഡെറ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പല സെഗ്മെന്റുകളും നമുക്കുണ്ട്. അപ്പോൾ അതിനാണ് സെഗ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വോളറ്റിലിറ്റി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ്, സ്റ്റോക്സ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ. ചില സമയത്ത് അപ്പോൾ നമുക്ക് പറയും സ്റ്റോക്സ് നല്ല ഇപ്പോൾ അദാനി പോർട്ട്, ഇപ്പോൾ അദാനിൻ്റെ സ്റ്റോക്സ് ഒക്കെ ഭയങ്കര വോളറ്റൈലാണ്. കാരണം എന്താണ്, ഈ നല്ല രീതിയിൽ സ്റ്റോക്സിൻ്റെ പ്രൈസ് മുകളിലോട്ടും താഴത്തോട്ടും ഹൈലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സ്റ്റോക്കിലാണ്, ഭയങ്കരമായിട്ട് മൂവ്മെന്റ് നടക്കുന്ന സ്റ്റോക്കിലാണ് നമ്മൾ ഹൈലി വോളറ്റൈൽ. അപ്പോൾ വോളറ്റൈലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം സ്റ്റോക്സിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ വോളറ്റൈലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞു ഒരു 2% മൂവ്മെന്റ് ആയിരിക്കും നോർമലി ഉണ്ടാവുക, ചില സ്റ്റോക്കിൽ ഒരു 10% മൂവ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അത് അത്തരം മൂവ്മെന്റ് വലിയൊരു ലെവലിൽ മൂവ്മെന്റ് നടക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയാം. ഇപ്പോൾ വോളറ്റൈലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ മൂവ്മെന്റ് എത്രത്തോളം വലിയ വലിയൊരു മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വോളറ്റൈലിറ്റി എന്നുള്ള ആ ഒരു മൂവ്മെന്റ്സിനാണ് നമ്മൾ വോളറ്റൈലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വോളറ്റിലിറ്റി എപ്പോഴായിരിക്കും മാർക്കറ്റിൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത്, ഇപ്പം യുദ്ധം വരികയാണ്, കൊറോണ വരികയാണ്. ഇപ്പോൾ കൊറോണയൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ഹെവി മൂവ്മെന്റ്സ് ആണ് സ്റ്റോക്കിലേക്ക് നടന്നിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്തായിരിക്കും വോളറ്റിലിറ്റി കൂടുതൽ. ഇനി ലിക്വിഡിറ്റി എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ലിക്വിഡിറ്റി എന്താണെന്ന് പറയുകയാണെങ്കിൽ, അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൽ വാങ്ങാനും വിൽക്കാനും, അതായത് നമുക്ക് ഒരു സ്റ്റോക്ക് എപ്പോഴാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്, ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടുക, അവിടെ ഒരു വാങ്ങാനും വിൽക്കാനും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റോക്ക് സക്സസ്ഫുള്ളി ട്രേഡ് ആവുള്ളൂ. ഇനി വലിയ വലിയ കമ്പനികൾ എടുത്ത് നോക്കി, ഇപ്പോൾ റിലയൻസ്, ITC, ICICI ബാങ്ക്, അങ്ങനത്തെ വലിയ വലിയ കമ്പനികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി ബേസിലാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാങ്ങാനും വിൽക്കാനും വാങ്ങാനും ഉണ്ടാവും വിൽക്കാനും ഉണ്ടാവും. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ വലിയ നമ്പേഴ്സ് ഓഫ് ആൾക്കാർ സെയിം സ്റ്റോക്കിൽ വാങ്ങാനും വിൽക്കാനും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകളെ നമുക്ക് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയാം. അതായത് ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് വിൽക്കാൻ, അത് വാങ്ങാൻ വേറൊരാളില്ലെങ്കിലോ, എൻ്റെ കയ്യിലൊരു സ്റ്റോക്ക് ഉണ്ട്, അതെനിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അപ്പുറം സൈഡിൽ വാങ്ങാൻ ഒരാൾ വേണം. അപ്പോൾ വാങ്ങാൻ ഇല്ലാത്ത കേസുകളിലാണ് നമ്മൾ ലിക്വിഡിറ്റി കുറഞ്ഞ സ്റ്റോക്കുകൾ, ലിക്വിഡിറ്റി വളരെയധികം കുറഞ്ഞ സ്റ്റോക്കുകൾ നമ്മൾ പറയാം. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ വാങ്ങാനും വിൽക്കാനുള്ള ആ ഒരു സംഭവത്തിനാണ്, അതിലുള്ള ആൾക്കാരാണെങ്കിൽ അതിനുള്ള ഒരു ഈസിനെസ്സിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി ലിക്വിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വാങ്ങാനും വിൽക്കാനും. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വേണം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ. അല്ലാതെ ലോ ലിക്വിഡിറ്റി ആൾക്കാർ ബൈയിങ്ങും സെല്ലിങ്ങിനുള്ള ആൾക്കാർ കുറഞ്ഞ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാനായാലും വിൽക്കാനായാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അത് ആ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഹോൾഡിങ്സ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുന്നത് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കോ മറ്റോ വാങ്ങി നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ഒക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകൾ പറയുന്നതാണ് നമ്മൾ എൻ്റെ ഹോൾഡിങ്ങിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, അല്ല എൻ്റെ ഹോൾഡിങ്ങിൽ റിലയൻസ് ഇത്ര സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹോൾഡിങ്സിൽ ഇത്ര ITC സ്റ്റോക്ക് ഉണ്ട്. അതിനാണ് നമ്മൾ ഹോൾഡിങ്സ്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിലാണ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത്. ഇനി പൊസിഷൻസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോർമലി പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ കറൻലി എടുത്തു വെച്ചിട്ടുള്ള പൊസിഷൻ നോർമലി ഒരു ഇൻട്രാഡേ പൊസിഷൻസ് അല്ലെങ്കിൽ ഒരു ഡെയിലി ഇത് ബേസ്ഡാണ് നമ്മൾ ഒരു പൊസിഷൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുക. നമ്മൾ ഷോർട്ട് പീരീഡ് വളരെ ചെറിയൊരു പീരീഡിലേക്ക് എടുത്തു വെച്ച് അവർ വാങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊസിഷൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇൻട്രാഡേ പൊസിഷൻസ് എന്ന് പറയുക. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നോർമലായിട്ട് കോമൺ ആയിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഡിസ്കഷൻസ് വരുന്ന സംഭവമാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഇപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത്.